നാട്ടകം കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. കോട്ടയം നാട്ടകം കുടിവെള്ള പദ്ധതിക്ക് പച്ചക്കൊടി. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന നാട്ടകം കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രതിനിധി MC റോഡ് സന്ദർശിച്ചു. ഫ്രാൻസിസ് ജോർജ് MPയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും ഉദ്യോഗസ്ഥ സംഘവും ദേശീയപാത അതോറിറ്റി അധികൃതരും ചർച്ച നടത്തി. തുടർന്ന് പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ച് കുടിവെള്ള പദ്ധതിയുടെ സാധ്യതകൾ വിലയിരുത്തി. റോഡിന്റെ ഇരുവശവും കുഴിച്ച് 2.5 മീറ്റർ ആഴമുള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് കുഴിയെടുക്കുന്നതിനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കോട്ടയം കോടിമത വിൻസർ കാസ് ഹോട്ടലിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചത്. ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രതിനിധി RK പാണ്ഡെ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, നഗരസഭാ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷീജ അനിൽ, K ശങ്കരൻ, ഷീന ബിനു, പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ജോൺ എന്നിവരും നാട്ടക കുടിവെള്ള പദ്ധതി ജനകീയ സമിതി അംഗങ്ങളും യോഗത്തിന് എത്തിയിരുന്നു. നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് MPയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും ആവശ്യപ്പെട്ടു. കുടിവെള്ള പദ്ധതിയുടെ ആ ഒരു പ്രവർത്തനം നിന്നിരിക്കുകയായിരുന്നു. കുറെ കാലങ്ങളായിട്ട് നമുക്കിതൊരു പ്രശ്നമായിരുന്നു. നമ്മൾ ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം എന്നോട് തന്നൊരു നിർദ്ദേശം, നമ്മൾ ഏറ്റവും പ്രയോറിറ്റിയിൽ എടുത്ത് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ട വിഷയം ഇതാണ്. കാരണം 6000-ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നമാണ്. അപ്പോൾ അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഞാൻ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന കാലത്ത് ചർച്ച നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ടീമിനെ അയക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഡ്വൈസർ ശ്രീ RK പാണ്ഡെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്ട് ഓഫീസർ കം ചീഫ് എഞ്ചിനീയർ ശ്രീ ഗോറെ, ഈ രണ്ടുപേരെ അദ്ദേഹം അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ വന്നിട്ടുണ്ട്. മറ്റ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീഷ്യൽസ് ഉണ്ട്, അതുപോലെ NHAയുടെ ഓഫീഷ്യൽസ് ഉണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു. എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പൈപ്പ് കണക്ഷൻ കൊടുത്ത് നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ഈ കാര്യത്തിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് ഡൽഹിയിൽ കൊടുക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വർക്ക് പ്രൊസീഡ് ചെയ്യും. CNL ന്യൂസ്, കോട്ടയം.